ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാവുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാശാർക്കിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പൺ സീനിൽ തന്നെ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സിനാണ് കാണിക്കുന്നത്. അതിലൊരാൾ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒരാൾ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ നിൽക്കുന്ന ആളെ പേര് കനാട്ട എന്നും കിടക്കുന്ന ആളെ പേര് സുമിഹോ എന്നാണ്. കനാട്ടയാണെങ്കിൽ സുമിഹോനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല. അവൻ ഒരുപാട് ഉറക്കത്തിലാണ്. അവൻ പറയുന്നുണ്ട് സുമിഹോയ്ക്ക് ഉറങ്ങുന്നത് വളരെ ഇഷ്ടമാണ്. അവനാകട്ടെ മിക്കവാറും അവന്റെ അമ്മൂമ്മയെ തന്നെയായിരിക്കും സ്വപ്നം കാണുന്നത്. അവന്റെ അമ്മൂമ്മയെ അവന് വളരെ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ അവൻ അവിടെയൊക്കെ അമ്മൂമ്മയുടെ അടുത്ത് കഥകൾ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനാണ് കാണിക്കുന്നത്. അവിടെ ഒരു വലിയൊരു വീട് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അവൻ നമ്മുടെ സെനിറ്റ്സുവിനെ പോലെ ഉണ്ട്. അവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയാണല്ലേ ഇവര് ഡീമൻസിനെ കൊന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. യൂഷിതിരു എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. അവന്റെ മുതുമുത്തച്ഛന്മാരുടെ ധീരകഥകളൊക്കെ കേട്ടിട്ട് അവന് കണ്ണുനീര് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനെ പുറകുന്ന് ആരെ ചവിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു പെണ്ണായിരുന്നു. ഈ അപ്പൂപ്പൻ ഈ കഥയും വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ കള്ളക്കഥയൊക്കെ എന്തിനാണ് വായിക്കുന്നത്? നോക്ക്, പരീക്ഷ എടുക്കാറായിട്ടുണ്ട്. നീ കുറെ തവണ തോറ്റതാണ്. ഇനി എക്സാമിന് തോൽക്കരുതെന്ന് പറയുന്നുണ്ട്. നെസുക്കോനെ പോലെ തന്നെയുണ്ട്, പക്ഷേ ഈ ക്യാരക്ടറിന്റെ പേര് ടോക്കോ എന്നാണ്. കേൾക്കുന്ന യൂഷിതിരു പറയുന്നുണ്ട്, ഇല്ല ഇതൊക്കെ സത്യമാണ്, നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ടോക്കോ പറയുന്നുണ്ട്, അങ്ങനെയാണോ? എങ്കിൽ നീ അവർക്ക് മാനക്കേട് ഉണ്ടാക്കാതെ പോയി എക്സാമിന് പോയി മാർക്ക് ഉണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോവാണ്. കടന്നു പോകുമ്പോൾ യൂഷിതിരു പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ? ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പാവപ്പെട്ടവളാണ്, പക്ഷേ ഇവള് മാത്രം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ യൂഷിതിരു ടോക്കോനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല നീ ഈ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ അവൾ പറയുന്നുണ്ട്, ഇല്ലാന്ന്. യൂഷിതിരു പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഡീമൻസിനോട് ഫൈറ്റ് ചെയ്ത് തോറ്റു മരിച്ചുപോയ ഒരുപാട് പേരില്ലേ, അവരൊക്കെ ഇപ്പോൾ പുനർജനിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ടോക്കോ ഇതൊന്നും കേൾക്കാതെ അവൾ ഫോണിൽ നമ്മുടെ ടെൻമ ഉസുയി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഫോട്ടോ നോക്കിക്കുന്നുണ്ട്. ഇവളിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ യൂഷിതിരു ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഹോഷിബറ എന്ന് പറയുന്ന ഒരു ബൊട്ടാനിസ്റ്റ് ഉണ്ട്. അയാളെ കാണാൻ ഏകദേശം നമ്മുടെ ഇനോസിക്കൻ്റെ ഒക്കെ പോലെ ഇരിക്കും. അയാൾ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ബ്ലൂ സ്പൈഡർ ലില്ലിയാണ്. അതാണെങ്കിൽ വർഷത്തിൽ 1-2 തവണ മാത്രമേ പൂക്കത്തുള്ളൂ. പക്ഷേ അവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് അവർ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ യൂഷിതിരു പറയുന്നുണ്ട്, അല്ല ഇത്രയും ഭംഗിയുള്ള കൊച്ചിനെ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കരയിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ടോക്കോ പറയുന്നുണ്ട്, അതെ ഹാഷിബറ ഒരു ആണാണ്. കേട്ടത് അവന്റെ കിളി വരെ പറന്നു പോകുന്നുണ്ട്. അടുത്ത സീനിൽ 2 ടിൻസിലാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ മ്യൂച്ചുറോയി അവന്റെ ചേട്ടന്റെ റീഇൻകാർണേഷൻ ആണ്. അടുത്ത സീനിൽ നമ്മുടെ ഷിനോബുവിനെ അവളുടെ സിസ്റ്ററിനെയും കാണിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ അവളുടെ ഷിനോബു സിസ്റ്ററും അല്ല, ഇത് ശരിക്കും റീഇൻകാർണേഷൻ ആണ്. അപ്പോഴാണ് ടോക്കോ നമ്മുടെ കനാട്ടേനെ കാണുന്നത്. ടോക്കോയും കനാട്ടയും തമ്മിൽ ഇഷ്ടമുള്ളതുപോലെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ യോഷിതിരുവിനെ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഇവർ തമ്മിൽ ലവ് ആവുന്നത്. ഇതിനിടയ്ക്ക് ടോക്കോ കനാട്ടനോട് സുമിഹോനെ ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ് അവൻ. അടുത്ത സീനിൽ നമ്മുടെ ഗ്യോമേനെ ഒരു റീഇൻകാർണേഷനെ കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ ഒരു നഴ്സറി ടീച്ചറാണ്. ടോക്കോയും കനാട്ടയും പറയുന്നുണ്ട്, നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ പോയാലോ? റെസ്റ്റോറന്റ് നടത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഒബനായിയും അവന്റെ വൈഫ് മിറ്റ്സുറിന്റെയും റീഇൻകാർണേഷൻ ആണ്. ഇവര് ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോകുന്നതാണ് അടുത്ത സീലൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അടുത്ത സീലിൽ സുമിഹോനാണ് കാണിക്കുന്നത്. അവൻ കണ്ണ് തുറന്നിട്ടുണ്ട്. അവന് മനസ്സിലായിട്ടുണ്ട് അവൻ ലേറ്റ് ആയിരിക്കുന്നതെന്ന്. അങ്ങനെ അവൻ ഉടനെ തന്നെ അവൻ ഓടിയിട്ട് അവൻ യൂണിഫോം ഒക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് അവൻ വീട്ടിൽ നിന്ന് നൈസായിട്ട് തന്നെ ചാടുന്നുണ്ട്. അതായത് വീടിന്റെ ജനന്റെ ഉള്ളിൽ കൂടിയാണ് അവൻ പുറമേക്ക് ചാടുന്നത്. അവൻ ചാടുന്നതാണെങ്കിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവൻ ചാടുന്നത്. നമ്മൾ സ്പൈഡർമാനൊക്കെ മൂവ് പോലെയാണ് അവൻ മൂവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ടാഞ്ചറോന്റെ ഒരു റീഇൻകാർണേഷൻ ആണ് നമ്മുടെ സുമിഹോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടാഞ്ചറോന്റെ എല്ലാ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇവനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വീടിന്റെ മുറ്റത്തൂടെ അവൻ പോകുന്നുണ്ട്. അവിടെ നമ്മുടെ സെനിറ്റ്സുവിന്റെ ആ അപ്പൂപ്പനും നമ്മുടെ സക്കോജി ഉറക്കടാക്കിയുണ്ട്. അവിടെ തന്നെ ഒരു ടിവിയിൽ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വയസ്സായ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഒബേഷിക്ക് ബ്ലഡ് ലൈനുള്ള ഒരാളാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ വീണ്ടും നമ്മുടെ സുമിഹോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെ ചാടി ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ട്രാഫിക് സീനിൽ കത്തുന്നുണ്ട്. പെട്ടെന്ന് ഒരു കാർ അവിടുന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സുമിഹോ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഈ കാർ കാണാതെ ഇതിൻ്റെ മുകളിൽ കൂടെ അവൻ ചവിട്ടിയിട്ട് ചാടി മറയുന്നുണ്ട്. അപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് അതൊരു പോലീസ് കാറായിരുന്നു. അതിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗെന്നിൻ്റെ നമ്മുടെ സനമീൻ്റെ റീഇൻകാർണേഷൻ ആണ്. അവർ നോക്കുന്നുണ്ട് ഈ പയ്യൻ എന്താ കാണിക്കുന്നതെന്ന്. നമ്മുടെ സുമിഹോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരിടത്തിൽ നിൽക്കുന്നില്ല. അപ്പം തന്നെ 3 പിള്ളേരെ കാണിക്കുന്നുണ്ട്. അവർ വേറെ ആയിരുന്നല്ല, നമ്മുടെ ഗിയുവിൻ്റെ ഫ്രണ്ട്സ് ഇല്ലേ അവരായിരുന്നു. അവരെ റീഇൻകാർണേഷൻ ആയിരുന്നു. അടുത്ത സീനിൽ ഒരു പയ്യൻ ഒരു ഫോണിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ നോക്കിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂഷിതിരു ഇത് കാണുന്നുണ്ട്. നമ്മുടെ യൂഷിതിരു ഒരു കോഴിയാണല്ലോ. അപ്പം തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പെണ്ണ് നിന്റെ ലവറേറ്റാണോ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ ആ പയ്യൻ പറയുന്നുണ്ട്, ഏയ് അല്ല ഇതൊരു പെയിൻറ്റിംഗ് ആണ്, നീ അറിഞ്ഞിട്ടില്ലേ?
യൂഷിറോ എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ട്. അവനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അവന്റെ പെയിന്റിംഗ് ആണ് ഇതെന്ന് പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ഈ യൂഷിറോ എമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആർട്ടിസ്റ്റ് ഇല്ലേ, ഈ ആർട്ടിസ്റ്റ് തമോയ എന്ന് പറഞ്ഞ ഈ പെണ്ണിന്റെ ഫോട്ടോ മാത്രമേ വരയ്ക്കാറുള്ളൂ എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ ലേഡി ടമോയയുടെ ഫോട്ടോയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സുമിഹോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് റെങ്കോക്കുവിന്റെ റീഇൻകാർണേഷൻ ആയിട്ട് ടോഞ്ചിറോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വരുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോഞ്ചിറോ ആണെങ്കിൽ എല്ലാ ദിവസവും നേരത്തെ ആയിരുന്നു പോകുന്നത്. പുള്ളിക്കാരനൊന്ന് ലേറ്റ് ആണ്. എന്തോ കാരണം കൊണ്ട് ലേറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമ്മുടെ സുമിഹോന്റെ ഒപ്പം അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ തൊട്ടു പുറകെ തന്നെ ആ പോലീസുകാരും വരുന്നുണ്ട്. ഇവരാവട്ടെ പോലീസ് എന്ന് വരുന്നത് ഇവർക്ക് കാണുന്നില്ല. ഇവർ നല്ല പറത്തിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഓടി ഓടി പോവുകയാണ്. ഇവർ സ്കൂളിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. സ്കൂളിന്റെ അടുത്ത് എത്താനായപ്പോൾ തന്നെ അവിടുത്തെ ടീച്ചർ വേറെ ആയിരുന്നില്ല, നമ്മുടെ മുറാട്ടന്റെ റീഇൻകാർണേഷൻ ആണ്. അയാൾ പെട്ടെന്ന് വന്നിട്ട് ഗേറ്റ് അടയ്ക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ കൂളായിട്ട് തന്നെ ആ ഗേറ്റ് ചാടി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇത്തവണ ക്ഷമിക്കണം, കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ തന്നെ ആ പോലീസുകാർ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവർ മുറാട്ടനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ ഇനോസിക്കിന് റീഇൻകാർണേഷൻ ആയിട്ടുള്ള ഹാഷിബറേനാണ് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട് എന്ത് ബോറ് ദിവസമാണ്, വല്ല കാട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. അടുത്ത സീനിൽ നമ്മുടെ സുമിഹോന്റെ വീടാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ നേരത്തെ രണ്ട് പോലീസുകാരില്ലേ, അവർ നമ്മുടെ സുമിഹോനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവൻ ചെയ്ത കുറച്ച് കുരുത്തക്കേടുകൾ. തൊട്ടടുത്ത് തന്നെ ഒരു കട്ടാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫോട്ടോയും ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാവരും കൂടി എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഇയറിങ്സ് ഉണ്ട്. അത് നമ്മുടെ ടാഞ്ചറോൻ്റെതായിരുന്നു. ഒരു ഫോട്ടോ അവസാനം കാണിച്ചുകൊണ്ടാണ് ഈ ഡീമൺ സ്ലെയർ എന്ന അനിമി ഇവിടെ അവസാനിക്കുന്നത്.